ഈ പതിതാത്മാക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഭഗവാൻ ദ്വാപരയുഗ അന്ത്യത്തിൽ സ്വധാമത്തിലേക്ക് പോകുമ്പോൾ തന്നെ ആ സമയത്ത് ആ ജനങ്ങളെല്ലാവരും യദുവംശം തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ വഴക്കടിക്കുകയും മാംസാഹാര ഭക്ഷണങ്ങൾ സേവിക്കുകയും എല്ലാം നടന്നിരുന്നു ആ കാലത്ത്. അപ്പോൾ വരാനിരിക്കുന്ന കലിയുഗം എത്രത്തോളം ഭീകര ആയ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളത് നാരദൻ ആലോചിച്ചു. അത് അദ്ദേഹത്തിന് വളരെയധികം ഉത്കണ്ഠ ഉളവാക്കി. അപ്പൊ അതിന് പരിഹാരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിതാവായ ബ്രഹ്മദേവനെ കണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, ഈ വേദഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും ഗുഹ്യവും, അതായത് രഹസ്യമായ ആ, കാര്യം എന്താ എന്നുള്ളത് അദ്ദേഹത്തിനോട് വെളിപ്പെടുത്തി. അതായത് ഭഗവാനായ ഹരിയെ കീർത്തിക്കുക, ഹരിനാമ ജപം ചെയ്യുക എന്നുള്ള ഒരു പ്രതിവിധിയാണ് ബ്രഹ്മദേവൻ നാരദന് പറഞ്ഞു കൊടുത്തത്. അതായത് ഭഗവാന്റെ 16 നാമങ്ങൾ അടങ്ങിയ ഈ കലിസന്ധരണ മന്ത്രം നിത്യവും നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾ സർവ്വവിധ പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും. ഭാഗവതത്തിലും ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും എല്ലാം തന്നെ നമുക്ക് ഭഗവാന്റെ ആ പരമോന്നത പദവിയെ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാമം, ഭഗവാന്റെ നാമം നമ്മൾ ഉച്ചരിക്കുക. അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ചൊല്ലുന്നതിലൂടെ നമ്മുടെ സർവ്വ പാപങ്ങളും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗവതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം 12ാം സ്കന്ധത്തിലെ 13ാം അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ത നമാമി ഹരിം പരം. അതായത് ആരുടെ ദിവ്യനാമങ്ങളുടെ സംഘം ചേർന്നുള്ള കീർത്തനമാണോ സർവ പാപ പ്രതികരണങ്ങളും നശിപ്പിക്കുന്നത്, ആർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചാലാണോ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നത്, ആ പരമോന്നതനായ ഹരിക്ക് ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് ശീല പ്രഭാതം നമുക്ക് വിവർത്തനത്തിൽ പറയുന്നത്. അതായത് ഭഗവാൻ ഹരിയുടെ നാമം ജപിക്കുന്നതിലൂടെ നമ്മുടെ സർവ്വവിധ പാപങ്ങളും അതുപോലെ തന്നെ ഭൗതിക ക്ലേശങ്ങളും ശമിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അതിൽ നമുക്ക് ഇതെല്ലാം നമുക്കൊരു സാധാരണ ജനങ്ങളിലേക്ക് ഈ നാമം, ഭഗവാന്റെ മഹാത്മ്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ സ്വയം ഒരു ഭക്തന്റെ രൂപത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ കലിയുഗത്തിൽ അവതരിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ ആ സങ്കീർത്തന പ്രസ്ഥാനം നമ്മളെ ഓരോരുത്തരിലേക്കും ഭഗവാനോട് അടുപ്പിക്കാൻ സഹായിച്ചു. ഗുരുപരമ്പര വഴിയും ശില ആത്മീയ ആചാര്യനായ ശില പ്രഭുപാദരിലൂടെയും എല്ലാം നമുക്ക് ഈ മഹത്വം, ഭഗവാന്റെ ഈ മഹത്വം വളരെയധികം നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ നമ്മൾ ഈ മഹത്വം കേൾക്കുക, ശ്രവിക്കുക, നമുക്ക് നവവിധ ഭക്തിയെ കുറിച്ച് അറിയാം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അപ്പൊ ഈ 3 സംഭവങ്ങളും, അതായത് നമ്മൾ നാമം ജപിക്കുന്നതിന് നമ്മളുടെ ശബ്ദം തന്നെ കേൾക്കുകയാണ്, ശ്രവണം അവിടെ നടക്കുന്നു, കീർത്തനം ചെയ്യും, നമ്മൾ ചൊല്ലുന്നു. ആ സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും കൂടിയും ചെയ്യുമ്പോൾ നവവിധ ഭക്തിയുടെ ആദ്യത്തെ 3 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ മഹത്വം ഭഗവാന്റെ മഹത്വം പറഞ്ഞു തന്ന ഈ ഗുരുപരമ്പരയും ആചാര്യനായ ശീലാ പ്രഭുപാദരെയും നമുക്ക് നമിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു നല്ല ഒരു നമ്മളെ ആത്മീയമായ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമുക്ക് ആ മഹത്വം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭഗവാന്റെ ശ്രവണവും ഭഗവാനെ കുറിച്ചുള്ള ശ്രവണവും കീർത്തനവും സ്മരണവും നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് 54 മുത്തുകൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ 54 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം
ജപിക്കുക. അതിനു മുമ്പായിട്ട് നമുക്ക് പഞ്ചതത്വ മന്ത്രം ചൊല്ലാം. എല്ലാവരും ഏറ്റു ചൊല്ലണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. പ്രഭു നിത്യാനന്ദ. അൺമ്യൂട്ട് ചെയ്യണേ, എന്നിട്ട് അത് ചൊല്ലണം. ഓക്കെ മാതാജി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ യദ്വൈത ഗദാധര ശ്രീ അദ്വൈത ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഇനി എല്ലാവരും മാലയില് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നടത്താം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
രാമ രാമ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 കൃഷ്ണ. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചു പേര് അവര് ചൊല്ലിന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നന്നായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോ വേർഡ്സും നന്നായി മനസ്സിലാക്കുന്ന വിധത്തിലാണ് മാതാജി ചാൻറ്റ് ചെയ്തത്. എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടാവും. ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം.
ഭഗവത്ഗീത ക്ലാസ് ആണ് ഇനിയുള്ളത്. 9th ചാപ്റ്ററിലെ 1 ശ്ലോകം മുതൽ 17 ശ്ലോകം വരെ നമുക്ക് ഇവിടെ പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത് ഹിസ് ഗ്രേസ് അനന്ത ശ്രീകൃഷ്ണദാസ് പ്രഭു ആണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്തുള്ള കൂവപ്പടി എന്ന ഗ്രാമമാണ്. 1969 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി ബിരുദം നേടി. പിന്നീട് മറൈൻ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും സമ്പാദിച്ചു. ഷിപ്പിംഗ് കോർപ്പറേഷനിൽ ദീർഘകാല സേവനം അനുഷ്ഠിച്ചു. അവിടെ മറൈൻ ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു. ജോലിക്കാലത്ത് ശ്രീല പ്രഭുപാദരുടെ സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ എന്ന ബുക്ക് വായിക്കാനിടയായി. അത് ഹിന്ദുയിസത്തെ കുറിച്ചുള്ള എല്ലാ കൺഫ്യൂഷൻ മാറ്റാനും ആധ്യാത്മിക ലക്ഷ്യം പുനർനിർവചിക്കാനും അദ്ദേഹത്തെ സഹായിച്ചു. ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളുടെ സഹവാസവും ജീവിതത്തിലെ പ്രയോറിറ്റിയെ പറ്റി ചിന്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഹിസ് ഹോൾനസ് ഭക്തി വിനോദ് മഹാരാജ്, ജഗത് സാക്ഷിദാസ് പ്രഭു, ഇന്ദോന്തി മാതാജി ഇവരുടെ ശിക്ഷണത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോയി. ഏകദേശം 20 വർഷം മുമ്പ് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരുമഹാരാജിൽ നിന്നും ദീക്ഷ ലഭിച്ചു. അനന്ത ശ്രീകൃഷ്ണദാസ് പ്രഭു എന്നാണ് ദീക്ഷാനാമം. അപ്പോ നമുക്ക് ഇപ്പോ പ്രഭുവിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് ശ്രദ്ധ നേടാം. ഏതായാലും നമുക്ക് പ്രഭുവിനെ സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. അനന്ത ശ്രീകൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്ലീസ് ഓവർ ടു യു പ്രഭു. Okay, thank you, Mataji. Hare Krishna. സർവമംഗല മാതാജി, രാധാ സർവമംഗല മാതാജി, പ്രഭുവിനെ ഒന്ന് കോസ്റ്റ് ചെയ്യുവോ? രാധാ സർവമംഗല മാതാജി. താങ്ക് യു. ഹരി ബോൾ പ്രഭു. ഓവർ ടു യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കാം പ്രഭു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യൂ. ഓക്കെ. ഈ സത്സംഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും, സന്നിഹിതരല്ലാത്ത എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം ശ്ലോകം 1 മുതൽ 17 വരെയാകുന്നു. ഇസ്കോൺ സ്ഥാപകാചാര്യൻ ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ വിശദീകരണത്തോടു കൂടിയ ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കേൾക്കുന്നുണ്ടോ മാതായി? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് പ്രാർത്ഥന. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകേന ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട് പ്രഭു. ഒന്ന് ഇപ്പൊ കേൾക്കാം. ആദ്യമായിട്ട് ശ്ലോകം
അധ്യായം 9 രാജവിദ്യ രാജഗുഹയോഗം ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസ്യേ അശുഭാത്. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായി ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. ഇതിൽ പ്രധാനമായിട്ട് ഭഗവാൻ പറയുന്നത്, അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായി ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ അസൂയാലുവായിട്ടുള്ള ഒരാൾക്ക് ഭഗവത്ഗീത മനസ്സിലാവുകയില്ല എന്നാണ് എന്റെ അർത്ഥം. ശ്ലോകം 2. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. വിവർത്തനം. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണ്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. അതായത് നമ്മൾ കാശ് കൊടുത്ത് ഭഗവത്ഗീത മേടിച്ചാലും സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സംസ്കൃത പാണ്ഡിത്യത്താലും ഭഗവത്ഗീതയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകുകയില്ല. പക്ഷേ ഇത് വളരെയധികം രഹസ്യമായതാണ്, പവിത്രമായതാണ്. ധർമ്മത്തിന്റെ പരിപൂർണതയാണ്, ശാശ്വതം. അതായത് വളരെയധികം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള അല്ലാതെ വളരെ സരളമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതാണ്. ശ്ലോകം 3. അശ്രദ്ധദാന പുരുഷാഃ ധർമ്മസ്യാസ്യ പരം തപാ പ്രാപ്യമാം നിവർത്തന്തെ സംസാരവർത്തനി. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഏ ശത്രുഞ്ജയ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനനമരണങ്ങളുടെ വീഴ്ചയിലേക്ക് വീണ്ടും എത്തുന്നു. അതായത് ഭക്തിയുടെ സേവനം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാശ്വതമായ അംശങ്ങളാണ്. അത് ഭഗവത്ഗീതയിൽ 15th chapter 7th ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. മമൈവാംശോ ജീവലോകെ ജീവബോധ സനാതൻ. നമ്മൾ ശാശ്വതമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശങ്ങളാണ്. ആ അംശമായ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം കൊടുക്കണം, അദ്ദേഹത്തിന് സേവനം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ലോകത്തിൽ ജനമരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. ശ്ലോകം 4. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിനാമസ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷവസ്ഥിതഃ. വിവർത്തനം. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്. അവയിലല്ല ഞാൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു കൊട്ടാരത്തിൽ ചക്രവർത്തി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശക്തി രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതേസമയം ആ രാജാവ് ജനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും അദ്ദേഹം വേറിട്ട് നിൽക്കുന്നു. ശ്ലോകം 5. നചമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃഞ്ഞത ഭീതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. വിവർത്തനം. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഇതിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. പിതാഹം അസ്യ ജഗതോ മാതാധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാരം ഋക്സാമേശ്വര. ഈ ജഗത്തിന്റെ പിതാവ് ഞാനാണെന്ന് ശ്രീകൃഷ്ണവാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്ലോകം 6. യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ത്വധാരയാം. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവസൃഷ്ടികളും എക്കാലവും ശ്രീകൃഷ്ണ ഭഗവാനിലാണ് വിശ്രമിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തിയിലാണ് സർവത്ര സൃഷ്ടിയും വിശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവത്ഗീത പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? ഏവം പരമ്പരാപ്രാപ്തം. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്.
അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തുടങ്ങി ധാരമുറിയാതെ വരുന്ന ആചാര്യ പരമ്പരയിലെ ആചാര്യന്മാരെ സന്തോഷിക്കുമ്പോൾ, അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ ഭഗവാൻ സന്തോഷിച്ച് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഹൃദയത്തിൽ നിന്ന് തരുന്ന ഭഗവത്ഗീതയിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്ലോകം 7, സർവഭൂതാനി കൗന്ദേയ പ്രകൃതം യാന്തി മാമികാം കൽപക്ഷേ പുനഃസ്ഥാനി കൽപാദോ വിസർജാമ്യഹം. കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതായത് ഓരോ കൽപ്പം കഴിയുമ്പോഴും വികല്പമാവുന്നു. കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം, വികല്പം ബ്രഹ്മാവിന്റെ രാത്രി. അപ്പോൾ ബ്രഹ്മാവിന്റെ ദിവസം കഴിഞ്ഞ് രാത്രി പ്രവേശിക്കുമ്പോൾ ഭഗവാന്റെ ശക്തിയാൽ എല്ലാ ജീവജാലങ്ങളും സൂക്ഷ്മ രൂപത്തിൽ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത സൃഷ്ടിയാകുമ്പോൾ പിന്നെയും അവർക്ക് അർഹതപ്പെട്ട ശരീരം വീണ്ടും വീണ്ടും കിട്ടുന്നു. അങ്ങനെ 430 കോടി സംവത്സരങ്ങൾ ഉൾക്കൊണ്ടതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അത്ര തന്നെ രാവും. ശ്ലോകം 8, പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമം പ്രകൃതിർവശാത്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാത്തിന്റെയും നിയന്താവ്. അഹം സർവസ്യ പ്രഭവഃ. ഭഗവത്ഗീതയിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിന്റെ ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രകൃതി വീണ്ടും വീണ്ടും ആവിർഭവിക്കുന്നു, ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൃഷ്ടി സംഹാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്ലോകം 9, നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനമസക്തം തേഷു കർമ്മസു. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഈ ഉദാസീനെ പോലെ സ്ഥിതി ചെയ്യുന്നു ഞാൻ. അതായത് ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഇതൊരു നല്ലൊരു ഉദാഹരണമുണ്ട്. ഞാൻ FFCTയിൽ അപ്രന്റീസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഹൈഡ്രജനും ചേർത്ത് അമോണിയ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അതില് കാറ്റലിസ്റ്റ് ആയിട്ട് അയൺ പെല്ലറ്റ്സ് ആയിരുന്നു കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ ഈ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന അമോണിയ ഉൽപാദനത്തിൽ ഈ കാറ്റലിസ്റ്റിന്റെ പ്രവർത്തനം അത് വെറുതെ സ്ഥിതി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ദാറ്റ് എൻഹാൻസസ് ദി കോമ്പിനേഷൻ ഓഫ് ദീസ് 2 മോളിക്യൂൾസ്, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. പ്രകൃതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നിലും ബന്ധപ്പെടാതെ തന്നെ ഈ പ്രവർത്തനത്തെ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് ചേർന്ന പ്രവർത്തനത്തെ കാറ്റലിസ്റ്റിന്റെ രൂപത്തിൽ അത് വേഗത കൂട്ടുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഭൗതിക ലോകത്തിൽ ഇതൊരു നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ 10, മയാധ്യക്ഷണ പ്രകൃതി സ്വദേശ ചരാചരം ഹേതുനാനേന കൗന്ദയ ജഗത് വിപരിവർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായി ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ഭഗവാന്റെ ഭൗതിക പ്രകൃതിയായ ശക്തി, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആധ്യാത്മിക ശക്തിയുടെ ഭൗതിക ആവിഷ്കരണമാണ് മായാശക്തി. അതായത് മെറ്റീരിയൽ എനർജി. അപ്പോ അത് ഓട്ടോമാറ്റിക്കലി ഭഗവാൻ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സൃഷ്ടി ഉണ്ടാവുന്നു, സംഹാരം ഉണ്ടാവുന്നു. അടുത്തത് ശ്ലോകം 11, അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. ഇത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഈ ഭഗവതിൽ പറയുന്നു. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. അതായത് മൂഢന്മാർ മനുഷ്യ ശരീരത്തിൽ ഭഗവാൻ ഇവിടെ അവതരിക്കുമ്പോൾ നമ്മളിൽ ഒരാളാണെന്ന് കരുതി അദ്ദേഹത്തിനെ അവഗണിക്കുന്നു. പക്ഷേ ഭഗവാൻ പറയുന്നു, ശ്രീകൃഷ്ണൻ പറയുന്നു, എല്ലാ ജീവജാലങ്ങളുടെയും സുപ്രീം കൺട്രോളർ മഹേശ്വരൻ ഞാനാണെന്ന് ഭഗവാൻ ഇതിൽ വ്യക്തമാക്കുന്നു. ശ്ലോകം 12, മോഘാശ മോഘകർമാണോ
മോഹജ്ഞാന വിജേതസഹ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹനീം ശ്രിതാഹ. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജുനവുമെല്ലാം പാഴായി പോകും. അതായത് ഇങ്ങനെ മഹാമായയിൽപ്പെട്ടവർ അസുരന്മാരും നിരീശ്വരവാദമായ ആളുകളായിത്തീരുന്നു. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഭഗവാന് അസൂയ ഉണ്ടാവും. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ മനസ്സിലാക്കാനുള്ള എല്ലാ വാതിലുകളും അടയുകയാണ്. അവരുടെ പ്രയത്നങ്ങളെല്ലാം വെറും ശ്രമയേവഹി കേവലം പാഴായി പോകും. 13 മഹാമാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിതാഃ ഭജന്തി അനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അതായത് മായാവിമുക്തനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാന്റെ ദൈവിക പ്രകൃതി നമ്മളെ രക്ഷിച്ചുകൊള്ളും. ഭഗവാന്റെ ആധ്യാത്മിക ശക്തി നമ്മളെ രക്ഷിച്ചുകൊള്ളും. ഭഗവാന്റെ യോഗമായ നമ്മളെ രക്ഷിച്ചുകൊള്ളും. യോഗമായ ആധ്യാത്മ ലോകത്താണ്, ഇവിടെ മഹാമായാണ്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് തുല്യമായോ അതിനു മുകളിലോ വേറൊരു ഗ്രന്ഥമില്ല തന്നെ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ആത്യന്തികമായ ലക്ഷ്യം. 14 സതതം യുക്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. എല്ലായ്പ്പോഴും എന്നെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോട് പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും ഭഗവാന്റെ നാമങ്ങൾ ആലപിച്ചുകൊണ്ടും ഭഗവാന്റെ കീർത്തികൾ പാടിക്കൊണ്ടും തീർച്ചയായും നമുക്ക് ഭഗവത്ധാമത്തിൽ തിരിച്ചു പോകാമെന്നുള്ള ദൃഢമായ വിശ്വാസത്തോടു കൂടിയും ഇതെല്ലാം ചെയ്തുകൊണ്ടും ഭഗവാനെ നമിച്ചുകൊണ്ടും എപ്പോഴും ഭഗവത് സ്മരണയിലാണ്ടും ഈ മഹാത്മാക്കൾ എന്നെ ഭക്തിയോടി അപ്പോൾ 24 മണിക്കൂറും ശ്രീകൃഷ്ണ സ്മരണ, വിഷ്ണു സ്മരണ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, ഭഗവാന്റെ തിരുനാമങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമകളും ഭഗവാന്റെ ഐശ്വര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അതിനെ പാടി ആനന്ദത്തിൽ ആറാടുന്ന ആളുകളെ മാത്രമാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അതിലെ നാരായണീയത്തിൽ ഒരു ശ്ലോകം കൂട്ടിയാൻ തോന്നുകയാണ്. പഠന്തോ നാമാനി പ്രമുഖരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഭഗവാന്റെ തിരുനാമം പാടിക്കൊണ്ട് ഭഗവാന്റെ തിരുവിടലിൽ ആനന്ദിച്ചുകൊണ്ട് ഭഗവത് കഥകൾ ശ്രവണം ചെയ്തുകൊണ്ട് പഠിക്കണം എന്നാ പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ. അതിന്റെ അന്തരാർത്ഥം ഹൃദയത്തിൽ എന്തിക്കൊണ്ട് ഭഗവാന്റെ ഓരോ കൃഷ്ണ എന്ന ശബ്ദത്തിന് അർത്ഥം കർഷതി ഇത് കൃഷ്ണ, എല്ലാവരെയും ആകർഷിക്കുന്നവൻ. രാമ എന്നുള്ള ശബ്ദം രമേതി ഇത് രാമ, ആത്മീയ ആനന്ദം തരുന്നവൻ. വിഷ്ണു എന്നുള്ള ശബ്ദം വിശ്വത്തിലെ അണുവിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഇങ്ങനെ ഭഗവാന്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായ അന്തരാർത്ഥം മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ഭഗവത് കഥകൾ പാടിക്കൊണ്ടും ഭഗവനാമം ധരിച്ചുകൊണ്ടും ഈ ഭൂതലത്തിൽ വേറെ ആഗ്രഹങ്ങളും ഇല്ലാതെ ആര് യഥേഷ്ടം സഞ്ചരിക്കുന്നുവോ അവർ മാത്രമാണ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറി വരുന്ന നാരായണത്തിലും നാരായണ ഭട്ടപാദർ പറയുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 15. ജ്ഞാനജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്വേന ബഹുധാ വിശദോമുഖം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശദോമുഖനായും ആരാധിക്കുന്നു. അതായത് ജ്ഞാനാർജനം കൊണ്ടും ഭഗവാനെ സേവനം ചെയ്യാം. അവർ ഭഗവാനെ അദ്വിതീയനായിട്ടും ബഹുരൂപനായിട്ടും വിശുദ്ധോന്മുഖനായിട്ടും ആരാധിക്കുന്ന തത്വത്തെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഭക്തഭാവത്തിൽ വന്നു ചേരുന്നത്. അടുത്ത ശ്ലോകം. അഹം പ്രതുരഹം യജ്ഞഃ സ്വധാമുഹമൗഷധം മന്ത്രോഹം അഹേവാജ്യം അഹമഗ്നീരഹം ഹുതം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു. പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അബോധിക മന്ത്രവും ഞാനത്രേ.
അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും എല്ലാം തന്നെ, അതായത് എല്ലാം ഭഗവാന്റെ ശക്തിയുടെ ആവിഷ്കാരങ്ങളാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ഭഗവത് സേവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തികച്ചും ആത്മീയ കാര്യമായ ഒരേ ഭൗതികാര്യം തന്നെ നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിനായി ചെയ്യുമ്പോൾ അത് ഭൗതിക തലത്തിലും പാപമരണങ്ങൾക്കും കാരണമായി തീരുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം കൂടി അർപ്പിക്കുകയാണെങ്കിൽ അത് ആത്മീയവൽക്കരിക്കപ്പെടുകയും ചെയ്യും. ശ്ലോകം 17. പിതാഹം അസ്യ ജഗതോ മാതാധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരം മൃക്സാമയുജുരേവജ. ലോകത്തിന്റെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ, അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും മൃക്സാമ യജുർവേദനും ഞാൻ തന്നെ. ഇതിൽ വളരെ ശ്രദ്ധേയമാണ്, ഈ ലോകത്തിന്റെ അച്ഛനും അമ്മയും ഭഗവാനാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ അച്ഛനും അമ്മയും ഒരാളല്ലോ. ഇതെങ്ങനെ അച്ഛനും അമ്മയും ഒരാളായി എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അനന്തപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ, തിരുവനന്തപുരം അനന്തപദ്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടാകുന്നു. ലക്ഷ്മി ദേവി പാദസേവനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി ദേവി സൃഷ്ടിയിൽ ഉൾപ്പോകുന്നില്ല. പത്മനാഭസ്വാമി ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്നുണ്ടായ താമരയിലാണ് ബ്രഹ്മാവിന്റെ സൃഷ്ടി, ആദ്യ സൃഷ്ടി. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അച്ഛനും അമ്മയുമാകുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാകും. ഇപ്പൊ 17 ശ്ലോകം കഴിഞ്ഞു. ഇനി കൂടുതൽ സമയം ചോദ്യോത്തര വേളയ്ക്കായിട്ട് മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ധൃതി പിടിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് 2 കാര്യങ്ങൾ ആദ്യം പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ആദ്യമായിട്ട് ഭഗവത്ഗീതയുടെ ചരിത്രം. സാധാരണ വെറും 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത ഭഗവാൻ അർജുനോട് പറഞ്ഞത് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ചെന്നാണ് സാധാരണ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ മഹാഭാരതം ശാന്തിപർവം അധ്യായം 348 ശ്ലോകം 51-52 ശ്രീമദ് ഭഗവത്ഗീതയുടെ ആവിർഭാവത്തെപ്പറ്റി വ്യാസമഹർഷി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്കോൺ സ്ഥാപകാചാര്യർ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത വെറും ഒരു തർജ്ജമയല്ല, ഇത് വളരെയധികം കൂലങ്കഷമായി പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് പ്രകാരം ഈ ശ്ലോകം ഇങ്ങനെയാണ് മഹാഭാരതത്തിലെ: ത്രേതായുഗാജൗ തതോ വിവസ്വാൻ മനവേ തതോ മനുഷ്യ ലോകവിധ്യർത്ഥം സൂതാക്ഷ്വാകവേ തതോ ഇക്ഷ്വാകുണാചകതിതോ വ്യാപ്യ ലോകാനമസ്ഥിതഃ. അതായത് ത്രേതായുഗത്തിന്റെ ആരംഭത്തിൽ വിവസ്വാൻ, അതായത് സൂര്യദേവൻ തന്റെ പുത്രനായ മനുവിന് ഈ ഭഗവത്ഗീത രഹസ്യം ഉപദേശിച്ചു. വിവസ്വാൻ മനുവിന് ഉപദേശിച്ചത് അദ്ദേഹം സ്വപുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇക്ഷ്വാകു രാജാവിന്റെ കാലം മുതൽക്കാണ്, അതായത് ഏതാണ്ട് പ്രഭുപാദർ അത് വർക്കൗട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഏതാണ്ട് 20 ലക്ഷം വർഷമായിട്ട് ഭഗവത്ഗീത മനുഷ്യരാശിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇക്ഷ്വാകു രാജാവാണ്. ശ്രീരാമചന്ദ്രമൂർത്തി അവതരിച്ച ഇക്ഷ്വാകു രാജാവിന്റെ കാലം മുതലാണ്. കാരണം ഇക്ഷ്വാകു രാജാവ് അത് പൊതുജനങ്ങളിൽ എത്തിക്കാനായിട്ട് വളരെയധികം പ്രചാരണം ചെയ്തു. അതുകൊണ്ട് ഇക്ഷ്വാകു രാജാവിന്റെ കാലം മുതൽ ഭഗവത്ഗീത മനുഷ്യരാശിയിൽ നിലനിൽപ്പുണ്ട്. അതിന് കോട്ടം തട്ടിയപ്പോൾ, അതിന്റെ പ്യൂരിറ്റിക്ക് കുറവ് വന്നപ്പോൾ വീണ്ടും 5000 വർഷം മുമ്പ് ഭഗവാൻ അർജുനനെ മുൻനിർത്തി വീണ്ടും ആ ഉപദേശം ആവർത്തിച്ചു. പിന്നെയും പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത യഥാരൂപത്തിൽ വർക്കൗട്ട് ചെയ്ത് പറയുന്നുണ്ട്: ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരക്ഷാകവേ അബ്രവേദ്. അതായത് ഭഗവത്ഗീത ഈ ശ്ലോകത്തിൽ കൂടി പ്രഭുപാദർ പറയുന്നു, അതായത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്
ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനായ സൂര്യദേവനായ വിവസ്വാന ഭഗവത്ഗീത ഞാൻ ഉപദേശിച്ചു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ വിവസ്വാൻ മനുവിനും മനുഷ്വാകുവിനും പറയുന്നുണ്ട്, അത് ഉപദേശിച്ചു. പിന്നെയും ഭഗവത്ഗീതയിൽ ഭഗവാൻ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ പ്രഭുപാദർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യദേവനായ വിവസ്വാന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. അപ്പോൾ അർജുന, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു, നിനക്ക് ഇതൊക്കെ മറന്നുപോയി, പക്ഷെ എനിക്കിതൊന്നും മറന്നിട്ടില്ല. അപ്പൊ അർജുനന്റെ പൊസിഷൻ എന്താണെന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്നു. ആധ്യാത്മ ലോകത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തത സഹചാരിയായ കൂട്ടുകാരനാണ് സാക്ഷാൽ അർജുനൻ. അപ്പോൾ ആ ഭഗവാന്റെ സന്തത സഹചാരി അർജുനനെ പോലും നമുക്ക് വേണ്ടി ഭഗവാൻ മഹാമായയിലിട്ട് യുദ്ധകളത്തിൽ വിധികർത്തവ്യ മൂഢനാക്കി തീർത്തു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഇവിടെ അവതരിക്കുന്നത് ബദ്ധജീവാത്മാക്കളെ തിരിച്ച് ആധ്യാത്മ ലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം സാധാരണ ഒരു വിവർത്തനമല്ല. ഇത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ള പാത തുറന്നു കിട്ടും. വേറെ സംശയമേ വേണ്ട. നമ്മൾ ശ്രീപാദ ശങ്കരാചാര്യരും ഭഗവത്ഗീതയെ പറ്റി എന്താണ് പറയുന്നത് നോക്കാം. ഇദം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. ഇതം ഗീതാശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് കേട്ടോ, ആത്മീയ ശാസ്ത്രമാണ്. ആധുനിക ശാസ്ത്രമെല്ലാം വെറും അവിദ്യയാണെന്ന് വേദങ്ങളിൽ പറയുന്നു. അവിദ്യാവാസനയ ഈ റോക്കറ്റ് കണ്ടുപിടിക്കുക, എന്താണ് റോബോട്ട് കണ്ടുപിടിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത് ആൾ യൂസ്ലെസ്. നമ്മുടെ ഭൗതിക ജീവിതത്തിന് സഹായകമാകാം, പക്ഷെ ആധ്യാത്മ ജീവിതത്തിലേക്ക് ഇതൊന്നും നമ്മൾ രക്ഷപ്പെടുത്തില്ല. അതുകൊണ്ട് ഇതം ഗീതാശാസ്ത്രം, ഈ ഗീതാശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം സർവവേദാന്ത സാരസംഗ്രഹഭൂതം, എല്ലാ വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും സാരങ്ങൾ സംഗ്രഹിച്ച് പിന്നെ അതിനെ ഒന്നുകൂടി കലക്കി അതിനെ അരിച്ച് അതിന്റെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്താണ് വേദങ്ങളിൽ എന്തൊക്കെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെയെല്ലാം സംഗ്രഹിച്ച ശേഷം ഒന്നുകൂടി സംഗ്രഹിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന ശ്രീപാദ ശങ്കരാചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദുർവിജ്ഞേയാർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അപ്പോ ഞാനാകുന്ന ഈ ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലായത്? അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തുടങ്ങി ധാരമുറിയാതെ വരുന്ന ആചാര്യ പരമ്പരയിലെ ആചാര്യന്മാരെ സേവിക്കുക വഴി, അവരെ ശ്രവണം ചെയ്യുക വഴി ശ്രീകൃഷ്ണ ഭഗവാൻ ഹൃദയകമലവാസിയായ പരമാത്മരൂപത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, ക്ഷീരോദരശായ വിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോൾ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് തരുന്നു. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. എന്റെ അടുത്ത് തിരിച്ചൊരാൾ ബുദ്ധി ഞാൻ തരുന്ന കൃഷ്ണൻ ഭഗവാൻ പറയണു. ഈ ബുദ്ധിയും നമ്മളുടെ ഒന്നും അല്ല, വാസ്തവത്തിൽ എല്ലാം ഭഗവാന്റെ സ്വത്താണ്. നമ്മളടക്കം, നമ്മുടെ ബുദ്ധി അടക്കം, നമ്മുടെ മനസ്സടക്കം എല്ലാം ഭഗവാന്റെ സ്വത്താണ്. അപ്പോൾ അത് ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആത്മീയവൽക്കരിക്കപ്പെടുന്നു. അത്രയേ ഉള്ളൂ വേദാന്തം. സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ, സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിക്കായിട്ട് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഭൗതികതയിൽ കുടുങ്ങി പാപപുണ്യങ്ങൾ ചെയ്ത് ജന്മചക്രങ്ങൾക്ക് വശംവദരായി തീരുന്നു. തിരിച്ച് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വി ഹാവ് എ നെഗറ്റീവ് സിറ്റുവേഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളെ, നെഗറ്റീവ് സിറ്റുവേഷനെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം കൊടുക്കുക. അപ്പൊ അതിനുള്ള പ്രവൃത്തി ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാനൊക്കും. ഉദാഹരണത്തിന് നമുക്കൊരു വാഹനമുണ്ട്. നമുക്ക് വേണമെങ്കിൽ സിനിമ കാണാനോ വേറെ എന്തെങ്കിലുമൊക്കെ പോകാൻ, പബ്ബിൽ പോകാനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ആ വാഹനം കൊണ്ട് സത്സംഗത്തിലേക്ക് വരിക, ഭക്തന്മാരെ അതിൽ കയറ്റുക, അങ്ങനെ ഭഗവാന്റെ പ്രചാരണത്തിനായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അതേ വാഹനം ആത്മീയവൽക്കരിക്കപ്പെടും. നമ്മളുടെ പ്രവൃത്തിയും ആത്മീയവൽക്കരിക്കും. ഇതാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. നമ്മളൊന്നും നമ്മൾ എന്താണ് ഭഗവാൻ തന്നിരിക്കുന്ന ഒന്നും എന്താണ് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. എല്ലാം ഭഗവാന്റെയാന്ന് മനസ്സിലാക്കി, ശ്രീകൃഷ്ണ ഭഗവാന്റെയാന്ന് മനസ്സിലാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് യുക്തവൈരാഗ്യം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോ നമ്മുടെ ഭക്തന്മാർക്ക് ഇതിൽ ചോദ്യോത്തരവേള എന്നുള്ളത് വളരെ പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ സത്സംഗത്തിൽ. അപ്പൊ അത് നമുക്ക് ചോദ്യോത്തരങ്ങളെ കൂടി അന്യോന്യം ബോധവൽക്കരിക്കാം.
ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യഞ്ചിത് രമന്തി തേഷാം പറയുന്നു. അന്യോന്യം ബോധവലിക്കാനായിട്ടാണ് ഈ സത്സംഗങ്ങൾ. അല്ലാതെ വൺ വേ ട്രാഫിക് അല്ല. ഇപ്പൊ അമ്പലങ്ങളിലെല്ലാം വൺ വേ ട്രാഫിക്കാണ്. പ്രഭാഷകൻ അങ്ങനെ പ്രഭാഷണം ചെയ്തങ്ങ് പോകും, ആൾക്കാരും പോകും. ദർ ഇസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ശ്രോതാവും പ്രഭാഷകനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ലാതെ പോയി. അത് വലിയൊരു. പക്ഷെ ഇസ്കോൺ സത്സംഗങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഇന്ററാക്ഷൻ്റെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ഭഗവത്ഗീത ആണെങ്കിലും ഭാഗവതമാണെങ്കിലും എല്ലാം ചോദ്യോത്തരങ്ങളോട് കൂടിയതാണ്. അതില്ലെങ്കിൽ വെറും ഒരു അഭ്യാസം മാത്രമായി തീരും. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ദയവായി ചോദ്യങ്ങൾ ചോദിച്ചാലും എനിക്ക് ഗുരുപരമ്പരയിൽ കിട്ടിയ അറിവുകൾ ഉടനെ പങ്കുവെക്കാനൊക്കും. അല്ലെങ്കിൽ ഭക്തന്മാർ അതിന് ആൻസർ തരും. അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഭക്തന്മാരോട് നമുക്ക് ചോദിച്ചാൽ അതിന് ആൻസർ കണ്ടെത്താനും നമുക്ക് സാധിക്കും. ഈ പരമ്പരയിൽ അത് സാധ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സിമ്പിളായിട്ട് പ്രഭു നല്ല രീതിയിൽ ഞാനിത് പ്രഭു എന്തൊക്കെയാണ് കോട്ട് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അത്രയും സൂപ്പറായിട്ട് പ്രഭു അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് മഹാഭാരതത്തിലെ വ്യാസമഹർഷി നോട്ട് ചെയ്ത കാര്യം, ഇതിന്റെ ആ പർവ്വം ഞാൻ മറന്നുപോയി പ്രഭു, ഒന്നുകൂടെ പറയാൻ പറ്റുമോ? പറയാം മാതാജി. അതായത് ഇത് ശ്രീല പ്രഭുപാദർക്ക് അറിയാം. ഇത് വെറും ഇപ്പോ 5000 വർഷം മുമ്പാണ് ഭഗവത്ഗീത പറഞ്ഞെന്ന് കുറച്ച് ആൾക്കാർ 2500 വർഷം ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെയും ചില കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ എനിക്ക് പറയാനൊക്കില്ല. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പൊസിഷനെ വേറെ ചിലർ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതില് പ്രഭുപാദ കാരണം കൊണ്ടാണ് നമുക്കതൊക്കെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മഹാഭാരതമൊക്കെ വായിക്കാനായിട്ട് ഈ വിഡ്ഢിക്ക് എവിടെയാ സമയം? അതായത് മനുഷ്യ ലോകവൃത്യർത്ഥം സോതാക്ഷ്വാകവേദോ ഇക്ഷ്വാകുണാചകരിതോ വ്യാപ്യ ലോകാനമസ്ഥിതാം. അതായത് ത്രേതായുഗത്തിന്റെ ആരംഭത്തിൽ, ത്രേതായുഗം എപ്പോഴാണ്? കലിയുഗത്തിന്റെ കാലയളവ് 4,34,000 വർഷമാണ്. 5000 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് വിട്ടുകളയാം. ദ്വാപരയുഗം 2 ഗുണം 4,37,000. അപ്പൊ 8 ലക്ഷം വർഷമായിട്ട് കൂട്ടാം. ത്രേതായുഗം 3 ഗുണം 4,36,000. അപ്പൊ അതൊരു 3 into 4 12 12 അധികം 8 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പെന്ന് വളരെ വ്യക്തമായിട്ട് പ്രഭുപാദർ അത് ഗണിച്ചു പറയാണ്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇക്ഷ്വാകു രാജാവ് ശ്രീരാമചന്ദ്രമൂർത്തി അവതരിച്ച ഇക്ഷ്വാകു വംശത്തിലെ ഇക്ഷ്വാകു രാജാവ് മുതൽ അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഭഗവത്ഗീത രഹസ്യം പ്രചരിപ്പിച്ചത്. പിന്നെ വീണ്ടും 5000 വർഷം മുമ്പ് അർജുനന് പറഞ്ഞു കൊടുത്തു അല്ലെ? 5000 വർഷം മുമ്പ്. അതായത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. ആൾക്കാർ തെറ്റായി മനസ്സിലാക്കാനായിട്ട് ഭഗവത്ഗീത അതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. അല്പമെങ്കിലും പ്യൂരിറ്റി ഭഗവാനിൽ അസൂയാലും ഇല്ലാത്തവർക്ക് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ. അതാണ് കണ്ടീഷൻ. അതെ അതെ. ഭഗവാന്റെ ഭക്തന്മാരെയോ ശരണാഗതി ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ ഭഗവത്ഗീതയുടെ ഉള്ളിലേക്ക് പ്രവേശനം സാധ്യമാകൂ. അല്ലെങ്കിൽ സാധ്യമാകില്ല. അപ്പോൾ അത് ആദ്യത്തെ ശ്ലോകത്തിൽ മനസ്സിലായി. അനസൂയ. അപ്പോ ഭഗവാന്റെ ഭക്തന്മാരെ ശരണാഗതി ചെയ്യുമ്പോൾ നമ്മുടെ അസൂയ താഴെ പോവാണ്. അസൂയ ഇല്ലാതായി തീരും. അസൂയ ഇല്ലാതായി തീരും. ഭഗവാന്റെ അന്തസ്സത്തിന് മനസ്സിലാക്കി തരും. ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട്. വേറെ വഴിയൊന്നുമില്ല. നോ അതർ വേ. കാരണം തിരുവായ്ക്ക് മറുവായില്ല. ഏവം പരമ്പരാപ്രാപ്തം എന്ന് ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം സംസ്കൃത പാണ്ഡിത്യം കൊണ്ടൊന്നും ഭഗവത്ഗീത ആർക്കും മനസ്സിലാക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യൻ പിന്നെയും പറഞ്ഞിരിക്കുന്നത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിങ്കരണേ. ശങ്കരാചാര്യർ വാരാണസിയിൽ കൂടി ഇങ്ങനെ പോവായിരുന്നു പദയാത്രയായിട്ട്. അപ്പോൾ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഓപ്പൺ എയറിൽ കുറെ ജ്ഞാനികളായ വേദാന്തികൾ തർക്കം, ശാസ്ത്രം, വ്യാകരണം, ന്യായം, വേദാന്ത സൂത്രത്തെയൊക്കെ മനസ്സിലാക്കാനായി ഇതൊക്കെ വെച്ച് ഗംഭീരമായ ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശങ്കരാചാര്യർ കേട്ടിട്ട് അവരെ അങ്ങ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട് പോയ ശ്ലോകമാണിത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിങ്കരണേ. നിങ്ങളുടെ മരണകാലത്ത് നിങ്ങളുടെ സംസ്കൃത പാണ്ഡിത്യം ഒന്നും രക്ഷപ്പെടില്ല മക്കളെ. അതുകൊണ്ട് ഗോവിന്ദന് ഭജി എന്ന് പറഞ്ഞിട്ട് പോയത് ഇത്രയേ ഉള്ളൂ. വേദാന്തം ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത്
ഭഗവാന്റെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരെ ഫോളോ ചെയ്യാതെ അവരുടെ കാരുണ്യം കിട്ടാതെ നമുക്ക് ഭഗവത്ഗീതയുടെ അന്തഃസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ശങ്കരാചാര്യ പറഞ്ഞത്. ഇതം ഗീതാശാസ്ത്രം സർവവേദാന്ത സാര സംഗ്രഹഭൂതം ദുർവിജ്ഞയാർത്ഥം, മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. പ്രഭു വീഡിയോയിൽ വന്നിട്ടില്ല എന്നൊരു കമന്റ് വന്നു. അത് എന്താന്ന് എനിക്ക് അറിയില്ല. നെറ്റ് പ്രോബ്ലം ഉണ്ടായിരിക്കാം അല്ലെ? എന്റെ ടെക്നോളജി കുറച്ച് എന്തോ ശരിയായില്ല. സാരില്ല. സോറി അബൌട്ട് ഇറ്റ്. നോ ഇഷ്യൂസ്. ചിലപ്പോ വീഡിയോ ഇട്ടാല് നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല മാത്രമേ. മഴയായതുകൊണ്ടേ കൂടുതൽ പ്രശ്നം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം കേട്ടോ. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രഭുവാണ്. സംശയം ദൂരീകരിക്കണം എന്നതാണ്. സത്സംഗിൽ വരുമ്പോ നമുക്ക് സംശയം ഉള്ളതെങ്കിൽ എല്ലാ സീനിയർ ഡിവോട്ടീസും തമ്മിലുള്ള ചർച്ചയിൽ നമുക്ക് സംശയം ദൂരീകരിച്ച് നൽകാവുന്നതാണ്. ആരും ഒന്നും മടിക്കണ്ട, ധൈര്യമായിട്ട് ചോദിക്കുക. അതെ, ആർക്കും എല്ലാം അറിയുന്നവരാരില്ല, ഒന്നും അറിയാത്ത കാര്യമില്ല. നമ്മൾ ബോധേന്ത പരസ്പരം ഭീഷണം പറയാം, അന്യോന്യം ബോധവൽക്കരിക്കുക. അറിയുന്നത് മറ്റുള്ളവർക്ക് ഒരു LKG സ്റ്റുഡന്റിനോട് ഒരു UKG സ്റ്റുഡന്റ് പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അറിവുകൾ LKG UKGയിലുള്ള കുട്ടിക്ക് LKG സ്റ്റുഡന്റിനെ പറഞ്ഞു കൊടുക്കാനൊക്കെ അത് മാത്രമേ ഉണ്ട്, മുകളിലൊന്നും ഇല്ല. അപ്പോ നമ്മളിത് എങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ എല്ലാം അറിയാവുന്ന ഒരു നല്ലൊരു ഡിവോട്ടി ആയിട്ടുള്ള അർജുനന് പോലും കൺഫ്യൂഷൻ ആണ്. അപ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അർജുനനെ ഭഗവാൻ നമുക്ക് വേണ്ടി എടുത്തതാണ്. അർജുനൻ അധ്യാത്മ ലോകത്തെ, കാരണം കോടാനുകോടി വർഷങ്ങൾ സൂര്യദേവൻ ഭഗവത്ഗീത ഉപദേശിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നു, നിനക്കതെല്ലാം മറന്നുപോയി, എനിക്ക് ഓർമ്മ ഭഗവതിയിൽ പറയുന്നുണ്ട്. ആചാര്യന്മാർ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആധ്യാത്മ ലോകത്തെ, ഗോലോകത്തെ വെരി ക്ലോസ് അസോസിയേറ്റ് ഫ്രണ്ടാണ് അർജുനൻ. ആ അർജുനൻ ഭൗതിക ലോകത്ത് കൊണ്ടുവന്ന ഭഗവാൻ മഹാമായി എന്താണ് അദ്ദേഹത്തിനെ യുദ്ധം ചെയ്യാനായിട്ട് ഇതികത്തുല്യ മൂഢനാക്കി തീർന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. ഇതൊക്കെ പ്രഭുപാദയുടെ കാരുണ്യം കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിതൊന്നും ഈ ജന്മത്തിൽ സത്യം നമുക്കല്ലെങ്കിൽ എങ്ങനെ ഇത് മനസ്സിലാക്കണം? അതുകൊണ്ടാണ് 1000 ഫോറിൻ ഡിവോട്ടീസിൽ വരുന്നത്. ജാതി മത ദേശകാല പാത്ര ഫോറിനേഴ്സ്, ചിന്തിക്കുന്ന ഫോറിനേഴ്സ്, അവര് ഇസ്കോണിൽ വന്ന് അവരുടെ ദുരാചാരങ്ങളൊക്കെ വിട്ട് പരിശുദ്ധ ഭക്തന്മാരായി തീർക്കുന്ന ഒരു അത്ഭുത പ്രസ്ഥാനമാണ് ശ്രീകൃഷ്ണ പ്രഭുപാദയുടെ ഈ ഇസ്കോൺ മൂവ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് എറ്റ് അനദർ മൂവ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭുപാദയുടെ മൂവ്മെന്റ് നമ്മളെ ആധ്യാത്മ ലോകത്തിൽ കൊണ്ടുപോകാനുള്ള സിലബസ് ആണ് തന്നിരിക്കുന്നത്. ജപം, പിന്നെ ഏകാദശി വ്രതം, പിന്നെ സത്സംഗത്തിലേക്ക് വരിക, ചോദ്യങ്ങൾ ചോദിക്കുക. ഈ അസുലഭ അവസരങ്ങളാണ് ഇതൊക്കെ. അത് നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. ഇന്ന് മുതൽ പുരുഷോത്തം വായന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭുവിനെ പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിക്കൂ. പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല, പുരുഷോത്തം മാസം എന്താന്ന് അറിയില്ല. അപ്പോ അതിനെ കുറിച്ച് ഒരു ആൾക്കാർക്ക് ഒരു അറിവ് തന്നാല്. 4 വർഷം കൂടുമ്പോൾ ഒരു അധിക വർഷം വരും, അധിക മാസം വരും. അപ്പൊ ഈ അധിക മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാണ്, അധികപ്പറ്റാണ് മനസ്സിലാക്കിയിരിക്കണം. അധികപ്പറ്റ എന്ന് പറയുന്ന മാതിരി അധിക മാസം. അപ്പൊ അധിക മാസത്തിന്റെ ദേവത പറഞ്ഞു ഭഗവാനോട്, വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, എന്നെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ ദുഃഖിതയാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് അധിക മാസത്തിന്റെ അതിദേവത ചെന്ന് പറഞ്ഞായിരുന്നു. അഭ്യർത്ഥിച്ചു, ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല,
ഈ അധിക മാസം മറ്റു മാസങ്ങളെക്കാളും വളരെയധികം ആരാധിക്കപ്പെടുന്ന മാസമായി തീർന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അതോടുകൂടി എല്ലാ ഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും അധിക മാസത്തെ വ്രതങ്ങളോടുകൂടി ആചരിച്ചു. അങ്ങനെ അതിന് പുരുഷോത്തമ അധിക മാസം എന്നുള്ള പേര് വന്നു. അത് ഇന്ന് തുടങ്ങുകയാണ്. പുരുഷോത്തമ അധിക മാസത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സത്കർമ്മങ്ങളും അതിന്റെ 1000 ഇരട്ടി അതിന്റെ ഫലം തരും. അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും കാരുണ്യപൂർവ്വം ഭഗവാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങളിൽ ഭഗവാൻ എപ്പോഴും ഉത്സുകരാണ്. നമ്മളിവിടെ ഒന്ന് നരയിക്കാനായിട്ടും ദുഃഖങ്ങളിലും ജന്മമരണ ചക്രത്തിൽ പെട്ടുഴലാനായിട്ട് നമ്മുടെ പിതാവും മാതാവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിലാണ് അദ്ദേഹം. അതിനായിട്ട് നമ്മുടെ ഏകാദശി വ്രതങ്ങൾ, അധികമാസ വ്രതങ്ങൾ, പിന്നെ ആചാര്യന്മാരെ അയക്കുന്നു, വേദങ്ങൾ, ദാമോദര മാസം, ദാമോദര മാസം, പിന്നെ ആചാര്യന്മാരെ നമുക്ക് അയച്ചു തരുന്നു, നിർദ്ദേശങ്ങൾ തരുന്നു, സത്സംഗങ്ങൾ തരുന്നു. നാമത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മളെക്കാളും ഉത്സുകരാണ് ഭഗവാൻ. നമ്മൾ മനസ്സിലാക്കണം. ഈസ് മോർ കൺസേൺഡ് അബൌട്ട് അവർ ഗോയിങ് ബാക്ക് ടു സ്പിരിച്വൽ വേൾഡ്. ബട്ട് I am not that concerned. That's the problem. ശരി മദൻ. താങ്ക് യു പ്രഭു. ആർക്കും സംശയമില്ല. അപ്പോ ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ ഇത്രയും നന്നായിട്ട് നമുക്ക് ഹോംലി ആയിട്ട് എടുത്തു തന്ന നമ്മുടെ അനന്ത ശ്രീകൃഷ്ണ പ്രഭു വളരെ വളരെ നന്ദി പറയുന്നു. അതുപോലെ നാമത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്ന് അതുപോലെ ചാന്റിങ്ങും ചെയ്ത രാധാ സർവമംഗല മാതാജിക്കും ഇസ്കോന്റെ വക നന്ദി പറയുന്നു. അപ്പോ ഇതുപോലെ ഇന്ന് പ്രഭു പറഞ്ഞു പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഏറ്റവും പ്രാധാന്യം സാധാരണ രീതിയിൽ നമ്മൾ ദൈവികമായിട്ട് ആത്മീയമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും 1000 മടങ്ങാണ് നമ്മൾ ഇന്നു മുതൽ ഒരു 30 ദിവസം ഭഗവാന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ. അപ്പോ അതിന് അത്രയും ഫലമുണ്ട്, 1000 മടങ്ങാണ്. അപ്പോ നമ്മള് ഇപ്പോ ഹരിനാമത്തെ കുറിച്ചും 54 മുത്ത് വെച്ചിട്ട് നമ്മൾ പകുതി ചാന്റിങ് മാലയും ചെയ്യുന്നുണ്ട്. അത് ഈ മാസം എല്ലാവരും 1 or 2 മാലകൾ ജപിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊന്നും വിചാരിക്കാത്തതിലും 1000 മടങ്ങാണ് അതിന്റെ ഫലം. അപ്പോ ഇത് നമുക്ക് ഒന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് തള്ളിക്കളയേണ്ട കാര്യമല്ല. നമ്മൾ ഓരോ ദിവസവും ഇവിടെ ഹരിനാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ മാസം, ഈ പുരുഷോത്തമ മാസം ഭഗവാൻ സ്പെഷ്യലി ആ മാസത്തിന് ഒരു അനുഗ്രഹം തന്ന മാസമാണ്. ഏതൊരു മാസം നമ്മൾ ചെയ്യുന്നതിനേക്കാളും 1000 മടങ്ങാണ് അതിന്. അതുപോലെ ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗ ചാപ്റ്റർ ഉണ്ട്, 15ാമത്തെ ചാപ്റ്റർ. അതും എല്ലാ ദിവസവും അറിയാവുന്നവര് ചെറിയ ബുക്കാണെങ്കിലും വലിയ ബുക്കാണെങ്കിലും അത് നോക്കി വായിക്കുക. പുരുഷോത്തമ യോഗ ചാപ്റ്റർ 15 ഈ മാസത്തില് സ്പെഷ്യൽ മാസം ആയതുകൊണ്ട് അതിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇത് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളിൽ ആ മാറ്റങ്ങള് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പറയുമ്പോ എന്തോന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാല ജപിച്ച അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പൊ 1000 മടങ്ങ് എന്ന് വെച്ചാൽ 1000 മടങ്ങ് ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മത്തിലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം സഹായിച്ച് നൽകും. അപ്പോ ഏറ്റവും വലിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇനിയൊരു ജന്മം എടുത്ത് ഇനി 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവണം എന്ന് പറയുമ്പോൾ തന്നെ
എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന്റെ ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് നീറ്റ് പോലെയുള്ള എക്സാം. ഇനി വരും കാലത്ത് എങ്ങനത്തെ നീറ്റ് വരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ആ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ യൂത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ കയറുമ്പോഴുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാ. അപ്പൊ ഇതെന്നാ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഈ ജീവിതം മുന്നോട്ട് പോയിട്ട് ഭഗവാന്റെ കൃപയാൽ ഒരു നല്ലൊരു തിരിച്ച് ഗോലോക വൃന്ദാവനത്തില് അല്ലെങ്കിൽ വൈകുണ്ഠത്തില് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യമാണ് അല്ലെ. അപ്പോ അതുകൊണ്ട് ഇനിയൊരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇനിയൊരു 10ാം ക്ലാസ് പരീക്ഷയോ ആലോചിക്കാതെ നമുക്ക് കിട്ടിയ ഈ ജന്മം എങ്ങനെയെങ്കിലും അത് തിരിച്ച് പോയിട്ട് തിരിച്ചിനി ഭൂമിയിലേക്ക് വരാത്ത വിധത്തില് നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാമായിരുന്നു. ഇനി അവസാനം നമ്മുടെ നരസിംഹ ഭഗവാനോട് നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം. ഓക്കെ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലതനകാനകാലായേ യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ വഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേണകാ അദ്ഭുത ശൃംഗാ ദളിതാ ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ്. श्रील प्रभुपाद की जय, प्रहलाद महाराज की जय. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. गोष्ठी वैष्णव. സോറി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.